വെരി 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 ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് മെയ് 21 ബുധനാഴ്ചയാണ്, ഇടവം 7. ഇന്നത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒരു പിടി പ്രത്യേകതകളുള്ള ദിവസമാണ്. ഇന്ന് ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനമാണ്. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഈ ദിവസത്തിന് ഇന്ന് മറ്റേത് സമയത്തെക്കാളിലും പ്രസക്തിയുള്ള ഒരു സമയം കൂടിയാണ്. ഇനി 1904 മെയ് 21 ഫിഫ സ്ഥാപിച്ചത്. ഫുട്ബോൾ മത്സരങ്ങൾ റെഗുലേറ്റഡ് ആയിട്ട് നല്ല ചട്ടങ്ങളിലൂടെ നടത്താൻ വേണ്ടിയിട്ട് ഫിഫ സ്ഥാപിച്ച ദിവസമാണ്. ഇനി 1994 മെയ് 21 സുസ്മിത സെൻ ആദ്യമായി മിസ് യൂണിവേഴ്സ് നേടി ഇന്ത്യക്ക് അഭിമാനമായത്. നമ്മുടെ ദിലീപ് PC ആണ് ഇതൊക്കെ നമുക്ക് അയച്ചു തരുന്നത്. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ദിലീപ്. അപ്പം ഇന്ന് ചായ ദിനമാണ് അല്ലേ? അതൊരു പ്രത്യേകതയുള്ള ഇതാണ്. കാരണം നമ്മൾ മലയാളികളെ പ്രത്യേകിച്ചും ഏറ്റവും ആദ്യം നമ്മൾ ചായയെക്കുറിച്ചാണ് ഓർക്കുക. രാവിലെ ഒരു ചായയോടുകൂടി ഒരു പത്രം വായിച്ച് ഒക്കെ തുടങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അത് നമ്മൾ 24-ന്റെ പ്രേക്ഷകരെ സംബന്ധിച്ചാണെങ്കിൽ ചായ മുത്തി കുടിച്ചുകൊണ്ട് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ആരംഭിച്ചുള്ളൂ. നമ്മുടെ അജാസ് PCR ഇരുന്നുകൊണ്ട് ആസ്വദിച്ച് ചായ കുടിക്കുന്നത് പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രേക്ഷകരും എഴുന്നേറ്റ് നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളോടൊപ്പം ചേരുക. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ വേനലിന്റെ ആ കടുത്ത ചൂടിനൊക്കെ ഒരു ആശ്വാസമായി മഴ പെയ്തു തുടങ്ങി. അതെ, മനസ്സും മണ്ണും ഒക്കെ തണുത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ശക്തമായ മഴയുണ്ട്. സംസ്ഥാനത്ത് മഴ വ്യാപകമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തും. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെ തുറക്കും. ബാവലി, ഇരിട്ടിപ്പുഴയുടെ ഇരു തീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘന, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ സംസ്ഥാനം ഒട്ടാകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂടിനൊക്കെ കുറവായിട്ടുണ്ട്. പക്ഷെ മഴ വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളും കൂടി ഉണ്ടല്ലോ, എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. സംസ്ഥാനത്തുടനീളം ഇന്നും ഇന്നലെയും ഒക്കെയായി വ്യാപകമായി മഴ പെയ്യുകയാണ്. അത് ഈ കടുത്ത വേനലിന് ആശ്വാസമായി തന്നെ നല്ല രീതിയിൽ അതിശക്തമായ അതിതീവ്രമായ മഴ തന്നെ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലടക്കം പെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴ ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ വലിയ രീതിയിൽ നാശനഷ്ടവും അപകടവും ഒക്കെ നമ്മൾ കാണുന്നുമുണ്ട്. അതിൽ അതിതീവ്ര ജാഗ്രത വേണം. ഈ മഴ പെയ്യുന്ന അതേ ശക്തിയിൽ തന്നെ ജാഗ്രത വേണമെന്നുള്ളൊരു നിർദ്ദേശം, കർശന നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ മുന്നറിയിപ്പുള്ളത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ പെയ്യാനും ഈ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ മഴ പെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് ഇനിയും വരും ദിവസങ്ങളിലും വരുന്ന 5 ദിവസവും വടക്കൻ ജില്ലകളിൽ അതിപ്രധാനമായും മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലർക്കും സംശയമുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാലവർഷം എത്തിയോ എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ കാലവർഷം എത്തിയിട്ടില്ല. ഇപ്പോഴും പെയ്യുന്നത് വേനൽ മഴ തന്നെയാണ്. വേനൽ മഴ കഴിഞ്ഞ് ഇനി ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം വ്യാപിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പായി നൽകുന്നത്. ഇപ്പോൾ തെക്കൻ അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ ഇപ്പോൾ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയാണെങ്കിൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ മഴ ശക്തമാകാൻ, അതായത് കാലവർഷം കേരളത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ ഈ മഴ ശക്തമാകുമ്പോൾ ഈ പാലിക്കേണ്ട മുന്നറിയിപ്പുകൾ, അതായത് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. കൂടാതെ ഈ വിനോദസഞ്ചാരികളടക്കം പല രീതിയിലും സ്ഥല പരിചയമില്ലാതെയും ഒക്കെ അപകടം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാലവർഷം എത്തുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുക, അത് അപകടം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി. പിന്നെ കൂടാതെ ഈ കള്ളക്കടൽ പ്രതിഭാസം, ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത, അതുകൊണ്ട് തന്നെ ഈ കടലിൽ പോകുന്നവരും മത്സ്യബന്ധന തൊഴിലാളികളും അടക്കം ജാഗ്രത പാലിക്കണം. അവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ഇപ്പോഴും കടലിൽ പോകുന്നതിനൊരു വിലക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അങ്ങനെ 4-5 ദിവസത്തിനുള്ളിൽ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുകയാണെങ്കിൽ 4-5 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ കാലവർഷം എത്തും. കാലവർഷം പിന്നെ തുടരെ മഴ പെയ്യാൻ തുടങ്ങും. അപ്പോൾ അപകട മുന്നറിയിപ്പ് അടക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ മഴ ശക്തമായി, ഇനി നാളെയും മറ്റന്നാളും കുറച്ച് മഴ കുറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ കാലവർഷമായി കേരളത്തിലേക്ക് മഴ എത്തുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശരി, മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.
ക്രിസ്റ്റിനെ, ഈ മഴയെക്കുറിച്ച് പറയുമ്പോൾ ഈ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഒറ്റ മഴ കൊണ്ട് എപ്പോഴും റോഡൊക്കെ പെട്ടെന്ന് വന്ന് നിറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ഈ അശാസ്ത്രീയമായ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ, ഡ്രെയിനേജ് സൗകര്യങ്ങളില്ല. അതിപ്പോൾ കഴിഞ്ഞ ദിവസം കൂരിയാട്ടിലെ കാര്യത്തിലും ഒരു നാട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഡ്രെയിനേജ് ഇല്ല. കാസർഗോഡ് ഒരുപാട് റോഡ് പണി നടക്കുന്നിടത്തൊക്കെ നാട്ടുകാരുടെ പരാതി അത്. അപ്പോൾ അതൊരു കാരണമാണ്. മറ്റൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, വളരെ കുറച്ച് സമയം കൊണ്ട് പെയ്തു നിറയുന്ന മഴയുടെ ഒരു അളവ് അത് കൂടുതലാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണത്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ ഓടിച്ചു പോകുന്നവർ റോഡിൽ ഇരുട്ടടച്ചാണ് പലപ്പോഴും മഴ വരുന്നത്. അതുപോലെ ഈ വെള്ളക്കെട്ടുകൾ പെട്ടെന്ന് രൂപപ്പെടുന്നുണ്ട്. അതൊക്കെ ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കണം തോന്നി. കാരണം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് ഒരു സ്ഥലത്തുനിന്ന് വരുന്നു, പിന്നീട് നമ്മൾ നഗരത്തിലേക്ക് എത്തുമ്പോഴേക്കും റോഡൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. വലിയ കുഴികളുള്ള റോഡുകളിലൊക്കെ അതൊരു അപകടത്തിന് വഴിവെച്ചേക്കാം. ജാഗ്രത പാലിക്കുക. നമ്മൾ കോഴിക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട എന്ന വാർത്തയാണ് വരുന്നത്. 300 ഗ്രാം MDMA-യുമായി 2 യുവാക്കളാണ് പിടിയിലായത്. കോഴിക്കോട് പുക്കുന്ന് സ്വദേശികളായ നവാസ്, ഇംതിയാസ് എന്നിവരാണ് പിടിയിലായത്. സമീർ ഉണ്ട് വിവരങ്ങളുമായിട്ടല്ലേ? സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, നമ്മൾ ഈ ലഹരിക്കും മയക്കുമരുന്നിനുമെതിരായി, രാസലഹരിക്കെതിരായൊക്കെ ഇങ്ങനെ ഒരു വശത്തുകൂടെ ക്യാമ്പയിനുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, തകൃതിയായി പോകുന്നു, പരിശോധനകൾ നടക്കുന്നു. എന്നിട്ടും ഇതിങ്ങനെ ഓരോ ദിവസവും ഇതിൻ്റെ ഈ വിവരങ്ങൾ ഓരോ ദിവസവും ലഹരിപിടുത്തമാണ്. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മൾ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ SKN40 എന്ന നമ്മുടെ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് സംസ്ഥാനത്തുടനീളം ലഹരിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പോലീസും എക്സൈസും ഒക്കെ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് വേണം ഇത്തരമൊരു സംഭവത്തെ കൂടി നമുക്ക് കാണാൻ. ഏതായാലും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് രാമനാട്ടുകരയിൽ വെച്ചാണ് ഈ 2 പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കൊണ്ടോട്ടിയിൽ നിന്ന് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു കാറ് രാത്രി സമയത്ത് ഇങ്ങോട്ട് കടന്നു വരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടെ പോലീസ് അതിനെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. അത് വളരെ വേഗത്തിൽ വെട്ടിച്ച് കടന്നു കടയാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിൽ മറ്റൊരു കാറിൽ ഇടിച്ചുകൊണ്ട് വാഹനം നിന്നു. ഇതിൽ നിന്നുണ്ടായിരുന്ന ഈ 2 പ്രതികളും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് ഡാൻസ് ഓഫ് സംഘവും അതുപോലെ തന്നെ ഫറൂഖ് പോലീസും ചേർന്ന് ഇരുവരെയും പിടികൂടി. പൊക്കുന്ന് സ്വദേശികളായിട്ടുള്ള ഇംതിയാസ് അതുപോലെ മുഹമ്മദ് നവാസ് എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇവരുടെ പരിഭ്രാന്തിയും അതുപോലെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും പോലീസിനെ കണ്ട് വെട്ടിച്ച് കളയാനുള്ള ശ്രമങ്ങളും ഒക്കെ തന്നെ പോലീസിൽ കൂടുതൽ സംശയമുണ്ടാക്കി. വിശദമായിട്ടുള്ള പരിശോധന നടത്തി. അവരുടെ ദേഹപരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അവരുടെ വാഹനത്തിൻ്റെ ഡിക്കിയിൽ അതിൻ്റെ മൂലയിൽ ഒരു ഭാഗത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു 300 ഗ്രാം MDMA. ഏകദേശം 13.5 ലക്ഷം രൂപ വിലമതിക്കുന്ന സിന്തറ്റിക് ഡ്രഗാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ 2 പേരിൽ മുഹമ്മദ് നവാസാണ് മുഖ്യപ്രതി. ഇതിനു മുമ്പും ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഉയർന്ന അളവിൽ MDMA എത്തിക്കുകയും അത് ചില്ലറ വിൽപ്പനക്കാർക്ക് വിൽപ്പന നടത്താറുണ്ട് എന്ന കാര്യം കൂടി ഈ പ്രതിയിൽ നിന്ന് പോലീസിന് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു. ഏതായാലും സമീപ നാളുകളിൽ ഡാൻസ് ഓഫും അതുപോലെ തന്നെ ഫറൂഖ് പോലീസ് നടത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന ഒരു MDMA വേട്ട തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ജാഗ്രത യുവാക്കളെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമൊക്കെ കേന്ദ്രീകരിച്ച് ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരം റാക്കറ്റുകൾ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു, ഇത്തരം ലഹരി മാഫിയ സംഘം വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആ ഒരു കാര്യം, പ്രത്യേകിച്ചും ഇനിയിപ്പോൾ സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരം ക്യാമ്പയിനുകൾ, നമ്മുടെ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള ക്യാമ്പയിനുകളുടെ ഒരു തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട്. പോലീസിൻ്റെയും അതുപോലെ തന്നെ എക്സൈസിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടാകുന്നുണ്ട്. അവരുടെയൊക്കെ പരിശോധന തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൂടിയാണ് ഇത്തരമൊരു അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ക്രിസ്റ്റീന, സ്മിത. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ C. മുഹമ്മദ്. അപ്പോൾ നമ്മുടെ സമീർ ബിൻ കരീം ഒരു വിഷമിപ്പിക്കുന്ന വാർത്ത അറിയിക്കുന്നുണ്ട്. മലപ്പുറം വളാഞ്ചേരിയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച നിലയിൽ എന്ന വാർത്തയാണ്. വളാഞ്ചേരി കൊടുമുടി സ്വദേശി മണികണ്ഠൻ 49 വയസ്സാണ് മരിച്ചത്. മത്സ്യം പിടിക്കാനായി പോയതായിരുന്നു മണികണ്ഠൻ. പാടത്ത് മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ഒരല്പം മുമ്പ് നമ്മൾ ഈ മഴയുടെ ജാഗ്രതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിച്ചു കുടയെടുത്താൽ പോരെയെന്ന്. പക്ഷേ കുടയെടുത്താൽ മാത്രം പോരാ, ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ മഴക്കാലത്ത് നടക്കാറുണ്ട്. ജാഗ്രത വേണം. നമ്മളിനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനുള്ള MP-മാരുടെ പ്രതിനിധി സംഘം ഇന്ന് യാത്ര തുടങ്ങും. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് യാത്ര തിരിക്കുന്നത്. UAE, ലൈബീരിയ, കോങ്കോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിലേക്കാണ് സംഘം സന്ദർശനം നടത്തുക. വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പാകിസ്ഥാൻ സ്പോൺസേഡ് തീവ്രവാദത്തിനെതിരെ അത് ലോകത്തെ അറിയിക്കുക, ലോകമൊട്ടാകെ നിന്ന് ഒരു പിന്തുണ നേടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി എല്ലാ പാർട്ടികളിൽ നിന്നും മുൻ നയതന്ത്രജ്ഞന്മാർ ഉൾപ്പെടെയുള്ളവർ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. അപ്പോൾ അതിന് തുടക്കമായിരിക്കുകയാണ്. വിവരങ്ങൾ.
വെരി ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ക്രിസ്റ്റീന. ഇന്ന് രാവിലെയോടുകൂടിയാണ് 2 സംഘങ്ങൾ യാത്ര തിരിക്കുന്നത്. എംപിമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ്. ഇവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക. ഒപ്പം തന്നെ ഈ സിന്ദൂറുമായി നമ്മൾ എടുത്ത നമ്മളുടെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു, ഈ ഭീകരാക്രമണങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടെന്ത്, ഭീകരതയ്ക്കെതിരെയുള്ള നമ്മുടെ നിലപാടെന്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുകയാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം തന്നെ ക്രിസ്റ്റീന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഈ പ്രതിനിധി സംഘം തുറന്നുകാട്ടും. ഇന്നലെ വൈകിട്ടോടുകൂടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ ഈ പ്രതിനിധി സംഘാംഗങ്ങളൊക്കെ തന്നെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിൽ എന്തൊക്കെയാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്, നമ്മളുടെ ഇന്ത്യയുടെ നിലപാട് ഇക്കാര്യങ്ങളിൽ എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിക്രം മിശ്രി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ആദ്യ സംഘങ്ങളാണ് ഇന്ന് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നത്. രാവിലെ 11 മണിയോടുകൂടി ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പുറപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ ജപ്പാനിലേക്കാണ് ആ സംഘം ഇന്ന് യാത്ര തിരിക്കുന്നത്. ഒപ്പം 22-ന് അവർ ജപ്പാനിലേക്ക് എത്തും എന്നാണ് നമുക്ക് MEL നിന്ന് ലഭ്യമായിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം അറിയാൻ കഴിയുന്നത്. ഇത് കൂടാതെ തന്നെ ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം കൂടി ഇന്ന് യാത്ര തിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ 2 സംഘങ്ങളാണ്, MPമാരുടെ 2 സംഘങ്ങളാണ് ഇന്ന് ഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കുക. ഈ ആദ്യത്തെ സംഘത്തിൽ ശ്രീനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലാണ് ET മുഹമ്മദ് ബഷീർ, ഒപ്പം തന്നെ ബാൻസുരി സ്വരാജ് ഉൾപ്പെടെയുള്ള 7 അംഗങ്ങളാണുള്ളത്. രണ്ടാമത്തെ സംഘത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജപ്പാനിലേക്കുള്ള സംഘമാണ്. ആ സംഘത്തിൽ വിജയ്ധായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്, JDU-MPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുറപ്പെടുന്നത്. ആ സംഘത്തിലാണ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള MPമാരുള്ളത്. അവിടെ എത്തുന്ന ഈ വിവിധ രാജ്യങ്ങളിൽ എത്തുന്ന പ്രതിനിധികൾ അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തും. ഇതുകൂടാതെ തന്നെ അവിടെയുള്ള നയതന്ത്രജ്ഞർ, പ്രമുഖർ, ഒപ്പം വിവിധ ലോകരാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തുകയും ഓരോ ദിവസവും ഈ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമുണ്ടാവുന്ന സാഹചര്യങ്ങൾ മാധ്യമങ്ങളെ അവിടെ കണ്ട് വിശദീകരിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക യോഗം, ഓരോരോ സംഘങ്ങളുമായിട്ടുള്ള യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ നമ്മൾ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട്. 7 അംഗങ്ങൾ അടങ്ങുന്ന 7 ടീമുകളായാണ് ഈ സംഘം യാത്ര തിരിക്കുന്നത്. ഇന്ന് മുതൽ ഈ യാത്ര ആരംഭിക്കുകയാണ്. ശരി, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ ലോകമെമ്പാടും ഇത്തരത്തിൽ ഭീകരവാദത്തിനെതിരായ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക, ഇനി അടുത്ത തവണ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു യാത്ര. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. സ്വർണം മോഷ്ടിച്ചെന്ന് ആരോപിച്ച് ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പേരൂർക്കട സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടി ഉണ്ടാകും. ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്യും. കന്റോൺമെന്റ് ACയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രസന്നൻ അമിതാധികാര പ്രയോഗം നടത്തി, മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നിവ കണ്ടെത്തിയതോടെയാണ് നടപടി. ഉത്തരവ് സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് ഇറക്കും. ചുള്ളിമാനൂർ സ്വദേശി ബിന്ദുവിനെ കസ്റ്റഡിയിലെടുക്കുന്ന ദിവസം GD ഇൻചാർജായിരുന്നു പ്രസന്നൻ. നേരത്തെ സ്റ്റേഷൻ ചാർജ് ഉണ്ടായിരുന്ന SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. രാവിലെ തൃശ്ശൂരിൽ നിന്ന് സൂരജ് അറിയിക്കുന്ന ഒരു വാർത്തയുടെ ദേശീയപാതയിലെ വിള്ളലുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ചാവക്കാട് ദേശീയപാത 66-ൽ വിള്ളൽ എന്നാണ് സൂരജ് അറിയിക്കുന്നത്. മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിൽ ടാറിട്ട ഭാഗത്താണ് വിള്ളലുണ്ടായിരിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പ്രചരിച്ചതോടെ രാത്രി തന്നെ അധികൃതർ സ്ഥലത്തെത്തി ടാറിട്ട വിള്ളൽ അടയ്ക്കുകയുണ്ടായി. സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ഉണ്ടായ ആ ഒരു പ്രശ്നം, അതും ദേശീയപാതയിൽ വിള്ളൽ തന്നെയായിരുന്നു. അതിൽ ആശങ്കയുണ്ട് ജനങ്ങൾക്കെല്ലാം തന്നെ. അതിനോടൊപ്പം ഈ വാർത്ത കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ആ ആശങ്ക കൂടുകയും ചെയ്യും. ഇതിപ്പോൾ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ആ വിള്ളലിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മലപ്പുറത്തെ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ചാവക്കാടും വലിയ ആശങ്ക രൂപപ്പെട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ മണത്തലയിൽ മേൽപ്പാലത്തിന് ഭാഗത്താണ് ഇപ്പോൾ ഈ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. 50 മീറ്റർ ദൂരത്തിൽ ഈ വിള്ളൽ കാണുകയായിരുന്നു. സ്വാഭാവികമായി ഇപ്പോൾ ഈ മഴ ശക്തിപ്പെട്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഈ വിള്ളലിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുകയാണെങ്കിൽ ഈ പാലം ഇടിയുന്നതിനടക്കം സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പാലത്തിൽ ഇത്തരത്തിലൊരു വിള്ളൽ കാണുന്നതും പിന്നീട് അതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും
അടയ്ക്കുകയുമായിരുന്നു. ഇതോടുകൂടി ഈ നിർമ്മാണ കമ്പനി അധികൃതർ എത്തി ടാറിട്ട് താൽക്കാലികമായി ഇത് അടയ്ക്കുകയും ചെയ്തു. പക്ഷേ ഒരു മാസം മുമ്പ് ഈ മേൽപ്പാലത്തിൽ നിന്ന് ഈ ക്രെയിൻ താഴെ വീണ്, അന്നും ഈ മേൽപ്പാലത്തോട് ചേർന്ന മണ്ണിടിഞ്ഞാണ് ക്രെയിൻ താഴെ വീഴുന്നത്. അന്ന് അപകടമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ വിള്ളൽ കാണുന്നു. ഇതെല്ലാം തന്നെ വലിയ ആശങ്കയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ മേൽപ്പാലം ഇതുവരെയും തുറന്നു കൊടുത്തിട്ടില്ല. നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന മേൽപ്പാലമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ നമ്മൾ ഈ രാത്രിയിൽ തന്നെ അത് അടയ്ക്കുക എന്നതിലുപരിയായി ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്താണ് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതെന്ന് കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം, വിശദമായി പരിശോധിക്കണം. ഇപ്പോൾ മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ അതാണ് സംഭവിക്കുന്നത്. വിദഗ്ധ സംഘം ഇന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തും. ദേശീയപാത അതോറിറ്റി ചുമതലപ്പെടുത്തിയ 3 അംഗ സംഘമാണ് എത്തുന്നത്. കൂരിയാട് മുതൽ കൊളപ്പുറം വരെയുള്ള ഭാഗത്തായിരിക്കും പരിശോധന. ദേശീയപാത തകരാനുള്ള കാരണമെന്ത്, നിർമ്മാണത്തിൽ അപാകതകളുണ്ടോ എന്ന കാര്യങ്ങളാണ് സംഘം പരിശോധിക്കുക. ഈ റിപ്പോർട്ട് പരിഗണിച്ചായിരിക്കും ദേശീയപാതയിലെ തുടർ നിർമ്മാണങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുകയെന്ന് ഇന്നലെ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ വാർത്തയിലേക്കാണ് പോകുന്നത്. മലപ്പുറം വളാഞ്ചേരിയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച നിലയിൽ വളാഞ്ചേരി കൊടുമുടി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? മണികണ്ഠൻ എപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം നേരിടേണ്ടി വന്നത്? കൂടുതൽ വിവരങ്ങൾ എന്താണ്? നമ്മൾ പറയുകയായിരുന്നു മഴ പെയ്യുന്നു, വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമുണ്ടാകും, ഇതുപോലുള്ള ജാഗ്രത പറയുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയൊരു വിവരം ഈ പ്രഭാതത്തിൽ എത്തുന്നത്. ഗുഡ് മോർണിംഗ് സ്മിത. ഇന്നലെ വൈകുന്നേരം 6:30 കൂടിയാണ് ഈ മണികണ്ഠൻ എന്ന് പറയുന്ന യുവാവ് ഈ മത്സ്യം പിടിക്കാനായി പാടത്തേക്ക് പോകുന്നത്. പിന്നീട് രാത്രി ഏറെ വൈകിയും ഇദ്ദേഹം വീട്ടിൽ തിരിച്ചെത്താത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് വീട്ടുകാർ ഈ തിരച്ചിൽ നടത്തിയത്. ഈ തിരച്ചിലിനൊടുവിലാണ് ഈ പാടത്ത് മരിച്ച നിലയിൽ മണികണ്ഠനെ കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വൈദ്യുത കമ്പി പൊട്ടി വീണ് അതിൽ പിണഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്തിയവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെ KSEBയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ഓഫ് ചെയ്തതിനു ശേഷം ഉടൻ തന്നെ ഈ മണികണ്ഠനെ എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഇദ്ദേഹത്തിന്റെ മൃതദേഹമുള്ളത് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഈ ഏറെ വൈകിയും വീട്ടിൽ തിരിച്ചെത്താതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇങ്ങനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മത്സ്യം പിടിക്കാനായി പോകുന്ന സമയത്ത് ഏറെ 6:30 ശേഷം എന്നൊക്കെ പറയുന്നത് ശക്തമായ മഴയും കൂടി ഉള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ ഇരുട്ട് ശക്തമായിട്ട് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പൊട്ടി വീണ വൈദ്യുതി ലൈൻ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു പക്ഷെ അതിൽ ചവിട്ടുകയോ മറ്റോ ചെയ്ത് ഷോക്കേറ്റതാകാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഈ ഇത്തരം മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ പൊട്ടി വീണ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ സമീപത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് KSEB ഉൾപ്പെടെയുള്ള അധികൃതർ വ്യക്തമാക്കുന്നത്. കൊടുമുടി സ്വദേശി മണികണ്ഠനാണ് ഷോക്കേറ്റ് മരിച്ചത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട് പലതരത്തിൽ ഈ മൂടിക്കിടക്കുന്ന ഓടകൾ അല്ലെങ്കിൽ കാനകൾ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ നടന്നു പോകുമ്പോൾ അതിനകത്തേക്ക് വീണു പോകാനും അപകടമുണ്ടാകാനും പലപ്പോഴും വൈദ്യുത ലൈനുകൾ പൊട്ടിക്കിടക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എറണാകുളം ആലുവയിൽ 4 വയസ്സുകാരിയെ അമ്മ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. സന്ധ്യ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യൽ ഇന്ന് തുടങ്ങും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് റാഫി കരീമാണ് ചേരുന്നത്. റാഫി, ഇതിന്റെ ഒരു തുടക്കം മുതൽ റാഫി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസിന്റെ ഇനിയുള്ള നീക്കം എന്താണ്? തെളിവ് ശേഖരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ശബ്ദത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ തെളിവുകൾ ശേഖരിക്കുക. അതുപോലെ തന്നെ പ്രതിയായ അമ്മ സന്ധ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് അവരെ ചോദ്യം ചെയ്യാൻ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും. അവർ സഹകരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തുടക്കത്തിൽ അവർ അന്വേഷണവുമായും ചോദ്യം ചെയ്യലുമായും ഒന്നും സഹകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സഹകരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റാഫി റെഡിയാണ്. റാഫി, തുടരാം.
ക്രിസ്റ്റീന, തീർച്ചയായും തെളിവ് ശേഖരണത്തിലേക്കടക്കമുള്ള നടപടികളിലേക്കാണ് അന്വേഷണ സംഘം ഇനി കടക്കുക. കാരണം ഇന്നലെ ഈ കല്യാണിയുടെ സംസ്കാരം പൂർത്തിയായതിനു ശേഷം റൂറൽ എസ് പി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. റൂറൽ എസ് പി ഇതുമായി ബന്ധപ്പെട്ട് സന്ധ്യ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ എന്തിനു വേണ്ടി ഈ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സന്ധ്യ നൽകിയ മൊഴികളെല്ലാം വൈരുദ്ധ്യങ്ങളുള്ളതായിരുന്നു. കാരണം ഈ കുടുംബ പ്രശ്നങ്ങളാണ് കുട്ടിയെ ഇത്തരത്തിൽ കൊല്ലാൻ കാരണമെന്നായിരുന്നു സന്ധ്യ പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ ലഭിച്ച വിവരങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ഇന്നലെ ശേഖരിച്ച മൊഴികളിൽ നിന്നുമെല്ലാം പോലീസിന് മനസ്സിലാകുന്നത് അത്തരത്തിൽ സന്ധ്യ ആരോപിക്കുന്നത് പോലെ ഒരു കുടുംബ പ്രശ്നം ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് കാരണം എന്നുള്ളതാണ് പോലീസിന് മുന്നിലെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ മുങ്ങി മരണമാണ് ഈ കുട്ടി മരിക്കാനുള്ള കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സന്ധ്യ പറയുന്ന ചില മൊഴികളിൽ അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. പാലത്തിൽ നിന്ന് കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞാണ് കൊലപാതകം നടത്തിയതെന്നുള്ള റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. പരമാവധി തെളിവുകൾ ശേഖരിക്കുക, അതാണ് ഇനി പോലീസിൻ്റെ മുന്നിലുള്ളത്. ഇപ്പം ക്രിസ്റ്റിന പറഞ്ഞതുപോലെ ഈ അമ്മ പലതരത്തിൽ മൊഴികൾ മാറ്റി പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഒടുവിൽ പറഞ്ഞ മൊഴി അത് കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു എന്നുള്ളത്. അതിൻ്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിൽ തെരച്ചിലിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീടാണ് അമ്മ തന്നെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരമൊക്കെ വരുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റ്. നമ്മുടെ സുരേന്ദ്രകുമാർ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ ഞങ്ങളെയൊക്കെ മറന്നോ, കമന്റ് ഒന്നും വായിക്കുന്നില്ല. അപ്പോൾ വാർത്തകൾ നമ്മൾ കുറച്ചങ്ങ് എടുത്തു പോകാമെന്ന് വെച്ചിട്ടാണ് എല്ലാ പ്രേക്ഷകരുടെയും കമന്റുകൾ കാണുന്നുണ്ട്. യെസ്, അപ്പോൾ അടുത്തൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം അല്ലേ. ഇഡിക്കെതിരായ അഴിമതി കേസിൽ നടപടികൾ ഊർജിതമാക്കി വിജിലൻസ്. അനീഷ് ബാബു നൽകിയ പരാതിയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. കുറ്റാരോപിതന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അക്കൗണ്ടിൽ വന്ന പണത്തിന്റെ സ്രോതസ്സുകൾ തേടിയേക്കും. അതേസമയം വിജിലൻസിന്റെ നീക്കങ്ങൾ ഇഡിയും നിരീക്ഷിച്ചു വരികയാണ്. പരാതിക്കാരനായ അനീഷ് ബാബുവിനെതിരായ കേസിലൂടെ ഇഡി പ്രതിരോധം തീർക്കുകയാണ്. പലവട്ടം നോട്ടീസ് നൽകിയിട്ടും അനീഷ് ബാബു ഇഡിക്ക് മുന്നിൽ ഹാജരായില്ലെന്നാണ് ഇഡിയുടെ വാദം. ഇഡിയുടെ ആരോപണം അനീഷ് ബാബു തള്ളി. ഇഡിയിൽ നിന്ന് കടുത്ത മാനസിക പീഡനമാണ് നേരിട്ടതെന്ന് പരാതിക്കാരൻ ആരോപിച്ചു. ഇഡി ഓഫീസിലേക്ക് ഇന്ന് ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തും.